അറ്റ്ലാന്റ പൊതുവെ സമൃദ്ധമായി മഴ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന മഞ്ഞിനോട് ഇവിടെയുള്ളവർക്ക് തന്നെ പ്രണയമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. സ്നോഫോൾ ഡേ ഒരു ആഘോഷം തന്നെയാക്കി. മഴ കനക്കുമ്പോൾ കളക്ടർ പേജിൽ പോയി കുട്ടികൾ നാട്ടിൽ അവധിക്ക് വേണ്ടി കാത്തിരിക്കാറില്ലേ? ഇവിടെ ഇങ്ങനെയുള്ള കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹോളിഡേക്ക് കൃത്യമായി നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. മഞ്ഞുവീഴ്ച വളരെ അപൂർവമായി ഇവിടെ ഉണ്ടാവാറുള്ളൂ, 6 വർഷത്തിൽ ഒരിക്കലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സ്നോഫോൾ ഹാൻഡിൽ ചെയ്യാനുള്ള എസൻഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതും. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രമാണ്, അതായത് സ്നോ റിമൂവ് ചെയ്യാനുള്ള ട്രക്കുകൾ, അതുപോലെ കെമിക്കൽസ്, റോക്ക് സോൾട്ടാണ് കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് നിർദ്ദേശങ്ങളാണ് കൂടുതൽ നൽകുന്നത്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കടമ. എനിക്കൊരു പ്രത്യേകത തോന്നിയത് പാനിക്കും പ്രിപ്പയർഡ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു 3 ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് പ്രിപ്പയർഡ്നെസ്സ്. അത് ഒരു 3 വർഷം പോലെ അല്ലെങ്കിൽ ലോകാവസാനം പോലെയൊക്കെ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് പാനിക്ക്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിരുന്നു കേട്ടോ. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ പാനിക്കാകും. അത് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ മനസ്സിലായി കേട്ടോ. എസെൻഷ്യൽ ആയിട്ടുള്ള ബ്രെഡ്, മിൽക്ക്, വാട്ടർ, ടോയ്ലറ്റ് ടിഷ്യൂസ് ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് എന്നുള്ളതാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ട കാര്യം. സാധാരണ ഇവിടെ മഞ്ഞുവീഴ്ച ഇല്ലാത്തത് കൊണ്ട് അറ്റ്ലാന്റയിലുള്ളവർ ട്രാവൽ ചെയ്ത് പോയിട്ടാണ് മഞ്ഞ് ആസ്വദിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. നമ്മുടെ വാഹനത്തിന് മഞ്ഞുമായിട്ട് മാച്ച് ചെയ്യുന്ന, മഞ്ഞിൽ ഓടിക്കാൻ പറ്റുന്ന ടയർ ഇല്ല എങ്കിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്ഥിരം ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ട്രാവൽ ചെയ്ത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എൻജോയ് ചെയ്യണമല്ലോ. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവരാണ് കേട്ടോ അത്. അവർക്ക് കൊച്ചുകുട്ടിയായതുകൊണ്ട് ഒരാദ്യം മഞ്ഞിൽ കളിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവർ ഇൻസ്പയർഡായി അവരും മുറ്റത്തേക്ക് ഇറങ്ങി. അവരുടെ ഫോട്ടോസ് നമ്മളും എടുത്തു കൊടുത്തു, നമ്മുടെ ഫോട്ടോസ് അവരൊക്കെ എടുത്തു തന്നു. എന്തായാലും ഇതൊരു പുതിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ നന്നായിട്ട് നമുക്ക് പരിചയമുണ്ട്. സാധാരണ അമേരിക്കയിൽ തൊട്ടടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ സാധിക്കുകയില്ല. കാരണം അവർ വളരെയധികം ആ രീതിയിലാണ്, പ്രൈവസി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളുകളാണ്. പ്രൈവസിയിലേക്ക് ഇൻട്രൂഷൻ ഒരിക്കലും അവർ ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ല ക്വാളിറ്റിയാണ് ഒരു പരിധിവരെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വിയേർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യകാലങ്ങളിലൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും, പിന്നീട് നമുക്കത് യൂസ്ഡ് ആകും. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കൾച്ചറൽ ഷോക്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോഴാണ്, ചെറിയ കാര്യങ്ങളിലുള്ള സന്തോഷങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒന്ന് ബാലൻസ്ഡായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫോട്ടോസ് നമ്മൾ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതിലൊക്കെ എനിക്ക് സന്തോഷവും തോന്നി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നപ്പോൾ എൻ്റെ മോൾക്കൊരു പ്രധാനപ്പെട്ടൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് അമ്മ വീടിൻ്റെ അകത്തെ എ സിയിൽ തന്നെ തണുപ്പ് എന്ന് പരാതി പറയുന്ന ഒരാളാണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ സാരിയും ഉടുത്ത്, അതായത് ഒരു ലെയേർഡ് ക്ലോത്തിങ് പോലും അല്ല ഈ സാരി എന്നുള്ളത് അവൾ എന്നെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അതുമെടുത്ത് ഇത്രയും ഫോട്ടോസൊക്കെ എടുത്തത്, വീഡിയോസൊക്കെ എടുത്തത്. ബോളിവുഡ് ഫിലിം സോങ്, റൊമാൻറ്റിക് ഫിലിം സോങ്ങും സ്നോയും സാരിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുണ്ടല്ലോ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ.